ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി 24:11 പറയുന്നു, കള്ളപ്രവാചകന്മാർ വന്ന് പലരെയും തെറ്റിക്കും. നമുക്ക് ചുറ്റും ദേവദാസന്മാർ എന്ന പേര് പറയുന്ന പലരെയും കാണാറുണ്ട്. അവരുടെ തുടക്കം നല്ലതായിരിക്കും, എന്നാൽ പിന്നീട് അവരുടെ ഫോക്കസ് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 11:2-3 നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ 2 തിമോത്തി 4:3-4 നമ്മൾ കാണുന്നുണ്ട്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. അപ്പോൾ അവരുടെ ഉപദേശം കേൾക്കുന്നവർക്ക് ആത്മാവിൽ ദാരിദ്ര്യം തോന്നത്തേയില്ല. അവർക്ക് നല്ല സുഖമാണ് തോന്നുന്നത്. അതിനകത്ത് അവർക്ക് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്വർഗത്തിൽ പോകാൻ റെഡിയാണ്. അതുകൊണ്ട് അവർ തൃപ്തരാണ്. ആത്മാവിലുള്ള ദാരിദ്ര്യം അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇരമ്യ 8:11 നമ്മൾ കാണുന്നുണ്ട്, 8:11, സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്ന ഒരാൾ ഒരു പ്രവാചകൻ്റെ മുമ്പിൽ പെട്ടുപോയി. തൻ്റെ പാപത്തെക്കുറിച്ച് എല്ലാവരുടെയും മുമ്പിൽ പറയുമെന്ന് പേടിച്ചപ്പോഴാണ് പ്രവാചകൻ തന്നോട് പറയുന്നത്, തനിക്ക് ഉയർച്ച വരും, തീ മഞ്ഞു പെയ്യുന്ന ദേശത്ത് പോകും, മക്കൾ ഉയരും എന്നൊക്കെ. ആൾക്ക് അത് കേട്ടപ്പോൾ സമാധാനമായി. അത് സമാധാനം ഇല്ല. അത്തപ്പം തന്നെ സമാധാനം എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് ലഘുവായി ചികിത്സിക്കുന്നു. എന്നാൽ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ, നാഥാൻ പ്രവാചകൻ, ഇവരൊക്കെ പാപത്തെക്കുറിച്ച് കർശനമായിട്ട് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 14:3 നമ്മൾ കാണുന്നുണ്ട്, പ്രവചിക്കുന്നവൻ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നുവെന്ന്. അതായത് ആത്മീയ വർധന എന്ന് പറയുമ്പം ദൈവവുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കാനായിട്ടാണ് അവർ സംസാരിക്കേണ്ടത്. പ്രബോധനം എന്ന് പറയുമ്പം വിശ്വാസത്തിൽ നിലനിൽക്കാനും വിശുദ്ധിയിൽ ജീവിക്കാനും അവർ പ്രബോധിക്കണം. അതുപോലെ ആശ്വാസത്തിനായി നിരാശയിലും പരിശോധനയിലും ഒക്കെ കിടക്കുന്നവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് മനുഷ്യരോട് അവർ സംസാരിക്കേണ്ടത്. റോമർ 8:23 നമ്മൾ കാണുന്നുണ്ട്, റോമർ 8:23 ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പം നമ്മുടെ ഉള്ളിലെ ഞരക്കം ക്രിസ്തുവിനെ പോലെ ആകാനാണ്, അല്ലാതെ മറ്റൊന്നിനും വേണ്ടിയല്ല. രണ്ടാമതൊരു കാര്യം പറയുമ്പം, നമ്മൾ ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവർ പറയും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നാളെ നമുക്കുണ്ടാകാൻ പോകുന്ന ഭൗതിക നന്മകളെക്കുറിച്ച് പറയും. യേശു പറയുന്നത് നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ മൂന്നാമതായിട്ട് 10 കൽപ്പനകളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മോഹിക്കരുത്. എന്നാൽ മോഹം ഈ കൂട്ടർ നമ്മുടെ ഉള്ളിൽ ഇടും. യാക്കോബിൻ്റെ 1:14-15 പറയുന്നത്, യാക്കോബിൻ്റെ 1:14-15 പറയുന്നത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഈ മോഹം നമ്മുടെ ഉള്ളിൽ കൊണ്ടിട്ടിട്ട് അത് ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്നാണ് പറയുന്നത്. സാജു മാത്യു പാസ്റ്റർ പറയുന്നൊരു ഇതുണ്ട്, തലമുറയെ മാനിക്കും, ഉയർത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലമുറ ഒത്തിരി സർട്ടിഫിക്കറ്റുകളോടുകൂടി നരകത്തിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത് മീൻകൊട്ട ചുമന്നാലും സ്വർഗത്തിൽ പോകണം എന്നുള്ളത്. അപ്പം നമ്മുടെ ഞരക്കം മുഴുവൻ കർത്താവെ സ്വർഗത്തിൽ പോകണം, കർത്താവിനെ പോലെ ആകണം എന്നുള്ളതായിരിക്കണം. അപ്പം അതുപോലെ തന്നെ ഇവർ ഭയപ്പെടുത്തും, വീടിൻ്റെ വാതിൽ മാറ്റണം, അതിൻ്റെ ഉള്ളിലെ സെറ്റിയും അലമാരയും അത് ബന്ധനം. അതുപോലെ മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞേ നിങ്ങൾക്ക് നന്മ വരൂ എന്ന് പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് പോലും കേട്ടിട്ടുണ്ട്. അപ്പം വളരെ ഭയത്തോടെയാണ് ഇവർ പ്രവാചകന്മാരെ കാണുന്നത്. ജനത്തിൻ്റെ മധ്യയിൽ അവർ ഒരു ഭയമാണ് കൊണ്ടിടുന്നത്. അപ്പം എന്നാൽ എബ്രായർ 11:13 പറയുന്നുണ്ട്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അവരുടെ ജീവാവസാനം ഓർത്തിട്ട് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. അപ്പോൾ ഈ അന്ത്യനാളിൽ ആത്മാക്കളെ വിവേചിപ്പാനുള്ള വരം നമ്മൾ കർത്താവിനോട് ചോദിക്കണം. കാരണം നമുക്കറിയാം, യോഹന്നാൻ 10:26 കർത്താവ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. നമ്മുടെ ഞരക്കം മുഴുവൻ ക്രിസ്തുവിനെ
പോലെ ആകാനായിരിക്കണം. ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ പോലെ ആകാനായിരിക്കണം നമ്മുടെ ഞരക്കം. അതുപോലെ നമ്മൾ അറിയാം ക്യാപ്റ്റൻ ഷാമുവൽ എന്ന് പറഞ്ഞ അപ്പച്ച, ആ അപ്പച്ച ജീവിച്ച് അവസാനം വരെയും കർത്താവിൻ്റെ സാക്ഷിയാകാനിടയായി. അങ്ങനെയുള്ളവരുടെ വചനം കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കറക്ഷൻസ് നമുക്ക് കിട്ടും. ഈ വചനങ്ങളാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ.